ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. അഗ്നിമാനുപാദ്യനാകിയ വസിഷ്ഠനും പത്നിയാമരുന്ധതീതാനുമായി പുറപ്പെട്ടു. കൗതുകം പൂണ്ടു ചതുരംഗവാഹിനിയോടും കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി ഭരതശത്രുക്കുരന്മാരാകിയ പുത്രന്മാരും പരമോത്സവയോഗ്യവാദ്യഘോഷങ്ങളോടും മിഥിലാപുരമകം പൂക്കിതു ദശരഥൻ. മിഥിലാധിപൻ താനും ചെന്നെതിരേറ്റുകൊണ്ടാൻ വന്നിച്ചു ശതാനന്ദൻ തന്നോടുകൂടെ ചെന്നു വന്ദ്യനാം വസിഷ്ഠനെ തന്നും പത്നിയെയും അർഘ്യപാദ്യാദികളാൽ അർപ്പിച്ചു യഥാവിധി സൽക്കരിച്ചിതു യഥോ യോഗ്യമൂർവീന്ദ്രതാനും. രാമലക്ഷ്മണന്മാരും വന്ദിച്ചു പിതാവിനെ സാമസോദം. വസിഷ്ഠനാമാചാര്യ പാദപത്മജം തൊഴുതു മാതൃജനങ്ങളെയും യഥാക്രമം തൊഴുതു. ശ്രീരാമപാദാംഭോജനമനുജന്മാർ തൊഴുതു ഭരതനെ ലക്ഷ്മണകുമാരനും തൊഴുതു ശത്രുഘ്നനും ലക്ഷ്മണപാദാംഭോജം വശസി ചേർത്തു. താതൻ രാമനെ പുണർന്നിട്ടു ലക്ഷ്മണനെയും ഗാഢാശ്ലേഷവും ചെയ്തു നൃപൻ. ജനകൻ ദശരഥൻ തന്നുടെ കയ്യും പിടിച്ചനുമോദത്തോടരുൾ ചെയ്തതിനു മധുരമായി 4 കന്യകന്മാരുണ്ടെനിക്കു കൊടുപ്പാനായി. 4 പുത്രന്മാർ ഭവാൻ തനിക്കുണ്ടതല്ലോ താനും. ആകയാൽ 4 കുമാരന്മാർക്കും വിവാഹം ചെയ്കിലോ നുരിവുച്ചാലുമേ മടിക്കേണ്ട. വസിഷ്ഠൻ താനും ശതാനന്ദനും കൗശികനും വിധിച്ചു മുഹൂർത്തവും 4 യഥാക്രമം. ചിത്രമായിരിപ്പൊരു മണ്ഡപമതും തീർത്തു. മുത്തുമാലകൾ പുഷ്പഫലങ്ങൾ തൂക്കി നാനാരത്നമണ്ഡിത സ്തംഭ തോരണങ്ങളും നാട്ടീരത്നമണ്ഡിത സ്വർണപീഠവും വെച്ചു ഭക്ത്യാ ശ്രീരാമപാദാംഭോജം കഴുകിച്ചനന്തരം പേരി ദുന്ദുഭീ മുഖ്യവാദ്യഘോഷങ്ങളോടും ഹോമവും കഴിച്ചു തൻ പുത്രിയാം വൈദേഹിയെ രാമനു നൽകിടാനാൽ. ജനകമഹീന്ദ്രനും 4 പാദതീർത്ഥം നിജ ശിരസീധരിച്ചുടനുൾ പുളങ്കാംഗത്തോടെ നിന്നിതു. ജനകനും യാതൊരു പാദതീർത്ഥം ശിരസീധരിക്കുന്നു ഉപദേശവിധി. മുനീന്ദ്രാദികൾ ഭക്തിയോടെ ഊർമിള തന്നെ വിട്ടു ലക്ഷ്മണകുമാരനും. കാമ്യാംഗിമാരാം സൂത്രകീർത്തിയും മാണ്ഡവിയും ഭരതശത്രുഘ്നന്മാർ തന്നുടെ പത്നിമാരായി പരമാനന്ദം പൂണ്ടു വസിച്ചവരെല്ലാവരും കുശികാത്മജനോടും വസിഷ്ഠനോടും കൂടി വിശദസ്മിച്ച പൂർവം പറഞ്ഞു ജനകനും. മുന്നം നാരദനുൽപ്പരുൾ ചെയ്തു കേട്ടിരിപ്പൂ ഞാനെന്നുടെ മകളായ സീതാവൃത്താന്തമെല്ലാം. യാഗഭൂദേശം വിശ്വാർത്ഥമായെഴുതപ്പോളേകഥ സീതാമധ്യേ കാണായി കന്യാരത്നം.
ജാതയായൊരു ദിവ്യ കന്യക എനിക്കു ഞാൻ സീത എന്നൊരു നാമം വിളിച്ചേ അനതുമൂലം പുത്രിയായി വളർത്തു ഞാനിരിക്കും കാലത്തിങ്കൽ എത്ര നാരദനെഴുന്നള്ളി അന്നൊരു ദിനം എന്നോട് മഹാനിതാനരുൾ ചെയ്തപ്പോൾ നിന്നുടെ മകളായ സീതാവൃത്താന്തം കേൾ നീ. പരമാനന്ദമൂർത്തി ഭഗവാൻ നാരായണൻ പരമാവാത്മജൻ ഭക്തവത്സലൻ നാഥൻ ദേവകാര്യാർത്ഥം പങ്ക്തി കണ്ട നിഗ്രഹത്തിനായി ദേവേന്ദ്ര വിരഞ്ജു രുദ്രകാളി കാർത്തികയാൽ ഭൂമിയിൽ സൂര്യനോയെ വന്നവതരിച്ചതു രാമനായി മായാമർത്യവേഷം പൂണ്ടറിഞ്ഞാലും യോഗീശ്വരൻ മനുഷ്യനായിടുമ്പോൾ ഇതുകാലം യോഗമായ ദേവിയും മാനുഷവേഷത്തോട് ജാതാവായുതു തവ വേശ്മനി തൽക്കരണത്താൽ സാദരം ശ്രീരാമനു കൊടുക്കാതെ മടിയാതെ. ഇതം നാരദനരുൾ ചെയ്തു മറഞ്ഞിതു പുത്രിയായി വളർത്തിതു ഭക്തി കൈക്കൊണ്ടും ഞാനും. സീതയെ ശ്രീരാഘവനെങ്ങനെ കൊടുക്കാവു ചേതസി നിരൂപിച്ചാൽ എങ്ങനെ അറിയുന്നു എന്നതോർത്തിരിക്കുമ്പോൾ ഒന്നു മാനസേ തോന്നി. പന്നകവിഭൂഷണൻ തന്നുടെ ആഗ്രഹശക്തി മൃത്യുശാസന ചാപം മുറിച്ചിടുന്ന പൂമാൻ ഭർത്താവാകുന്നതു മൽപുത്രിക്കെന്നൊരു പണം ചിത്തത്തിൽ നിരൂപിച്ചു വരുത്തി നൃപന്മാരെ ശക്തിയില്ലാതിനെന്തു പ്രതിപാലകന്മാരും ഉത്സഭാവമെല്ലാം മകളെ കളഞ്ഞുടൻ ബുദ്ധിയും കെട്ടുപോയടങ്ങിക്കൊണ്ടാരല്ലോ. അത്ഭുത പുരുഷനാമൂലൽ പല നേത്രം തന്നെ തൊൽപ്രസാദത്തിൽ ഇന്നു സിദ്ധിച്ചേൻ ഭാഗ്യവശാൽ. ദർപ്പസമാനനായ ചിൽപുരുഷനെ നോക്കി പിൽപ്പാടു തെളിഞ്ഞു അരുൾ ചെയ്തിരുന്നു ജനകനും. ആദ്യമേ സഫലമായി വന്നു മാനുഷജന്മം കഥയോതയുത്സാഹ്യത്രോരൂപത്തോടും കഥ്യതോനായ പിറന്നൊരു നിന്തിരുവടി വിദ്യുൽ സംയുക്തമായ ജീതമുതനെന്ന പോലെ ശക്തിയാം ദേവിയോടും യുക്തനായി കാൺകൂലം ഭക്തവത്സല മമ സിദ്ധിച്ചു മനോരഥം. രക്തപങ്കജ ചരണാഗ്രേ സന്തതം മമ ഭക്തി സംഭവിക്കേണം മുക്തിയും ലഭിക്കേണം. തൊൽപാദാംബുജഗളിതമാം അംബുജ ബിന്ദുക്കൾ ധരിച്ചു ശില്പഭോത്ഭവൻ ജഗത്വാകവേ സൃഷ്ടിക്കുന്നു. തൊൽപാദാംബുജ ഗളിതാംബൂധാരണം കൊണ്ടു സർപ്പഭൂഷണം ജഗത്തൊക്കെ സംഹരിക്കുന്നു. തൊൽപാദാംബുജ ഗളിതാംബുധാരണ കൊണ്ടും സാൽപുമാൻ മഹാവലിസിച്ചനൈന്ദേയം പദം തൊൽപാദാംബുജ സൃഷ്ടിക്കൊണ്ടും മഹല്ലയും വീക്ഷ്ബിലത്തോടും വേർപെട്ടു നിർമ്മലായാൾ. നിന്തിരുവടിയുടെ നാമകീർത്തനം കൊണ്ടു ബന്ധമുഖനെന്ന മോക്ഷത്തെയും ലഭിക്കുന്നു സന്തതം. യോഗസ്ഥന്മാരാകിയ മുനീന്ദ്രന്മാർ ചിന്തിക്കയായി വരേണമേ പാദപങ്കജദ്വയം. ഇത്തമോരോന്നേ ചൊല്ലി സ്തുതിച്ചു ജനകനും ഭക്തി കൈക്കൊണ്ടു കൊടുത്തിടിനാൽ മഹാധനം. കരികാളേറും 100,000 തേരും തുരകങ്ങളെയും നൽകിടിനാൽ 100,000 10,20,00,000 300 ദാസികളും വസ്ത്രങ്ങൾ ദിവ്യങ്ങളായുള്ളതും ബഹുവിധം മുത്തുമാലകൾ ദിവ്യരത്നങ്ങൾ പലതരം പ്രത്യേകം 100 കോടി കാഞ്ചനാഭരണങ്ങളും സീതാദേവിക്കു കൊടുത്തിടിനാൾ ജനകനും. പ്രീതി കൈക്കൊണ്ടു പരിഗ്രഹിച്ചു രാവനും വിവിധ നന്ദന പ്രമുഖന്മാരും മുനികളെ വിധിപൂർവകം ഭക്തിയെ പൂജിച്ചു വണങ്ങിനാൽ
സമ്മാനിച്ചിതു സുമിത്രാന്താദി മന്ത്രികളെയും സാമോദം പൂണ്ടു ദശരഥനും പുറപ്പെട്ടു. കശ്മമകളെന്നൊരു ജനകൻ നൃപേന്ദ്രനും തന്മകളായ സീതയെന്ന ശ്ലേഷമാശേഷിച്ചു. നിർമ്മലഗാത്രിയായ പുത്രിക്കു പവിത്രാധർമ്മങ്ങളെല്ലാം ഉപദേശിച്ചു. വഴിപോലെ ചിന്മയൻ മായാമയനായി രാഘവൻ നിജധർമ്മധാരങ്ങളോടും കൂടവേ പുറപ്പെട്ടു. മൃദംഗാനയഭേരിത ദൂര്യഘോഷങ്ങളോടും മൃദുനാദങ്ങൾ തേടും വീണയും കുഴലുകൾ ശൃംഗാരകാഹങ്ങളും മദ്ദളമിടയ്ക്കകൾ ശൃംഗാര സരസീ പരിപൂർണ വേഷങ്ങളോടും ആന തേർ കുതിരകാലാളായ പടയോടും ആനന്ദത്തോടും പിതൃമാതൃഭ്രാതാക്കളോടും കൗശിക വസിഷ്ഠാദി താപസേന്ദ്രന്മാരായ ദശികന്മാരോടും ഭൃത്യമാതൃതികളോടും വേഗമായോടോയോടകോത്തിയോടുറങ്ങിച്ചെന്നു. തിരിച്ചപ്പോൾ ആകാശദേശ വിമാനങ്ങളും നിറഞ്ഞിരുന്നേ. സന്നാഹത്തോട് നടന്നിടുമ്പോൾ ജനകനും പിന്നാലെ ചെന്നു. യാത്രയച്ചൊരനന്തരം വെൺകൊറ്റക്കുടതഴ വെൺചാമരങ്ങളോടും തിങ്കൾ മണ്ഡലം തൊഴുതുമാലവട്ടങ്ങളോടും ചെങ്കൊടിക്കൂറകൾ കൊണ്ടങ്കിത ധ്വജങ്ങളും കുങ്കുമമല ജയകസ്തൂരി ഗന്ധത്തോടും നടന്നു വിരവത്തോടും 3 യോജന വഴി കടന്നേരം കണ്ടു ദുർനിമിത്തങ്ങളെല്ലാം. ഭാർഗവ ഗർഭശമനം. അന്നേരം വസിഷ്ഠനെ വന്നിച്ചു ദശരഥൻ. ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലുകന്നാൽ മന്നവാ, കുറഞ്ഞൊരു ഭീതിയുണ്ടാകും ഇപ്പോൾ. പിന്നീടഭയമുണ്ടായെന്നറിഞ്ഞാലും ഏതുമേ പേടിക്കേണ്ട, നല്ലതേ വന്നുകൂടു. ഖേദവുമുണ്ടാകേണ്ട, കീർത്തിയും വർദ്ധിച്ചിടും. ഇത്തരം വിധിസൂതനരുൾ ചെയ്ത നേരം പദ്ധതി മധ്യേ കാണായി വന്നു ഭാർഗവനെയും. നീലനീരാദീഫ നിർഭയ നീലവർണ്ണമലവർണ്ണത്തോടും നീലലോഹിത ശിഷ്യൻ ബാടവനകലഘൻ സമൻ ക്രുധനായി പരശുബാണാസനങ്ങളും പൂണ്ടു പദ്ധതി മധ്യേ വന്നു നിന്നപ്പോൾ ദശരഥൻ ദത്തസധ്വസം വീണു നമസ്കാരവും ചെയ്താൽ. ബുദ്ധിയും കെട്ടു നിന്നുള്ള മറ്റുള്ള ജനങ്ങളും ആർത്തനായി പങ്ക്തിരഥൻ ഭാർഗവരാമൻ തന്നെ ചേർപ്പു വന്നിച്ചു ഭക്ത്യാ കീർത്തിച്ചാൻ പലതരം. കാർത്യവീര ഹരിതാഹി മാം തപോനിധി മാർത്താണ്ഡകുലം ചരിത്രാഹി കാരുണ്യാംബുദി ക്ഷത്രിയാന്തക പരിത്രാഹി മാം ജമാഗ്നിപുത്ര മാം പരിത്രാഹി രേണുകാത്മജാ വിഭോ പരശുരൂപാണി പരിപാലയ കുലം മമ പരമേശ്വര പ്രിയ പരിപാലയ നിത്യം. പാർത്ഥിവ സമുദായ രക്തതീർത്ഥത്തിൽ കുളിച്ചസ്തായ പിതൃഗണതർപ്പണം ചെയ്ത നാഥ കാത്തുകൊള്ളുക തപോവാരിതേ ഭൃഗുപതേ കാൽത്തളിരിണ തപശരണം മമ വിഭോ. ഇത്തരം ദശരഥൻ ചൊന്നതാതറിയാതെ ദത്തോരോഷണേ വഗ്നിജ്വാല പൊങ്ങിച്ചിടും വണ്ണം വക്രവും മധ്യാനാർക്കമണ്ഡലം പോലെ ദിവ്യ സത്വരം ശ്രീരാമനോടരുളി ചെയ്തിടിനാൽ ഞാൻ ഒഴിഞ്ഞുണ്ടു രാമനീത്ര ഭുവനത്തിങ്കൽ മാനവനായ ഭവാൻ ക്ഷത്രിയൻ എന്നാകിലോ. നിന്നു നില്ല രക്ഷണമെന്നോടം യുദ്ധം ചെയ്യുവാൻ വില്ലിങ്കൽ നിനക്കേറ്റം വല്ലഭനുമുണ്ടോ കേൾ. നീയല്ലോ ബലാൽ ശൈവചാപം കണ്ടിച്ചെന്റെ കയ്യിലൊരു ചാപം വൈഷ്ണവം മഹാസാരം. ക്ഷത്രിയ കുലജാതകരാകിൽ നീ ഇതുകൊണ്ടു സത്തരം പ്രയോഗിക്കിൽ നിന്നോട് യുദ്ധം ചെയ്യുവാൻ. അല്ലായെങ്കിൽ കൂട്ടത്തോടെ സംസ്കരിച്ചിടുന്നതു കൊണ്ടില്ല സന്ദേഹമെനിക്കെന്നു ധരിച്ചാലും.
ക്ഷത്രിയ കുലാന്തകൻ ഞാനെന്നറിഞ്ഞില്ലേ, ശത്രുത്വം നമ്മിൽ പണ്ടേ ഉണ്ടെന്നോർക്ക നീ. രേണുകാത്മജനീപം പറഞ്ഞൊരനന്തരം ക്ഷോണിയും പരമൊന്നു വിറച്ചു ഗിരികളും, അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞു ദിക്കുകളും, സിന്ധുവാരിയും ഒന്നു കലങ്ങി മറിഞ്ഞിതു. എന്തെന്നു വരുന്നിതെന്നോർത്തു ദേവതാദികളും ചിന്ത ചൂണ്ടെഴുന്നിന്നു താപസന്മാരും. പങ്ക്തിസന്ധ്യവൻ ഭീതി കൊണ്ട് വ്യത പൂണ്ടു സന്താപമുണ്ടായി വന്നു വിരിഞ്ചതനയനും, മുക്തഭാവവും പൂണ്ടു രാമനാം കുമാരനും ക്രുദ്ധരാം പരശുരാമനോടരുൾ ചെയ്തു ചൊല്ലഴും മഹാനുഭാവന്മാരാം പ്രൗഢാത്മക്കൾ, വല്ലാതെ ബലവാന്മാരോടിങ്ങനെ തുടങ്ങിയാൽ ആശ്രയം അവർക്കെന്തെന്നുള്ളൊരു തപോനിധി. സഹസ്രശ്രത കുലധർമ്മമെങ്ങനെ പാലിക്കുന്നു നിൻ തിരുവടി, തിരുവള്ളത്തിലേറി ഊന്നിന്നന്തരമുണ്ടോ പിന്നെ വരുന്നു നിരൂപിച്ചാൽ. അന്ധനായിപ്പൊരു ബാലകനുണ്ടോ, ഗുണബന്ധനം ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും. ക്ഷത്രിയ കുലത്തിങ്കൽ ഉത്ഭവിക്കുകയും ചെയ്തേൻ, ശാസ്ത്ര പ്രയോഗ സാമർഥ്യമില്ലാതാനും. ശത്രുമിത്രോദാസീദാസഭേദം എനിക്കില്ല, ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയും ഇല്ലല്ലോ. അനന്തകാലം പോലും ലംഘിച്ചിടുന്നതല്ല നിൻ തിരുവടിയുടെ ചിന്തിതമതുമൂലം. പില്ലിഞ്ഞു തന്നാലും ഞാനാകിലോ കുലച്ചിടാമെങ്കിൽ തിരുവുള്ള കേടുണ്ടാകേണ്ട. സുന്ദരൻ സുമകുകാര നിന്ദിരാവതിരാമൻ, കന്തളദർപ്പകൾ കുബേരൻ കഞ്ചലലോചനൻ പരൻ, ചന്ദ്രചൂടാരവിന്ദ മഹീന്ദ്രമഹോദിതി ബൃന്ദകരീന്ദ്ര മുനിവൃന്ദവന്ദിതൻ ദേവൻ, മന്ദഹാസവം പൂണ്ടു വന്ദിച്ചു വന്ദീതരം. നന്ദിച്ചു ദശാരഥ നന്ദനൻ വില്ലും വാങ്ങി നിന്നരുൾ ചെയ്ത് മേരേഴുലകു ലോകങ്ങളും ഒന്നിച്ചു നിറഞ്ഞൊരു തേജസാ കാണായി വന്നു. കുലച്ചു ബാണമകമേഘമെടുത്തു തൊടുത്താശു വലിച്ചു നിറച്ചുടൻ നിന്നിതു ജിതശ്രമം. ചോദിച്ചു ഭൃഗുപതി എന്നോട് രഘുപതി, മോദമോടരുൾ ചെയ്തിടേണം ദയാനിധി, മാർഗണം നിഷ്ഫലമായി വരികില്ല മമ ഭാർഗവരാമ. ലക്ഷ്യം കാട്ടിത്തന്നിടേവേണം. ശ്രീരാമവചനം കേട്ട നേരം ഭാർഗവനുമാരൂഢാനന്ദമിതോടുൾ അരുൾ ചെയ്തു. ശ്രീരാമ രാമ മഹാബാഹി ജാനകീപദേ, ശ്രീരാമ രമണാത്മക ലോകാഭിരാമ രാമ, ശ്രീരാമ ശ്രീരാഭിരാമാത്മക വിഷ്ണു, ശ്രീരാമ രാമ രാമ രമണ രഘുപതി, ശ്രീരാമ രാമ പുരുഷോത്തമ ദയാനിധി, ശ്രീരാമ സൃഷ്ടിസ്ഥിതി പ്രളയഹേതുമൂർത്തി, ശ്രീരാമ ദശരഥനന്ദന ഋഷികേശി, ശ്രീരാമ രാമ രാമ കൗസല്യാത്മജഹരേ. എങ്കിലോ പുരാവർത്തം കേട്ടുകൊണ്ടാലും മമ പങ്കജവിലോചന കാരുണ്യവാരിതേ. ചക്രതീർത്ഥങ്കിലച്ചെന്നത്രയും ബാല്യകാലേ ചക്രപാണി തന്നെ തപസ്സു ചെയ്തേൻ ചിരം. ഉഗ്രമാം തപസ്സു കൊണ്ടിന്ദ്രിയങ്ങളെയെല്ലാം നിഗ്രഹിച്ചനുദിനം സേവിച്ചേൻ ഭഗവാനെ. വിഷ്ണു കൈവല്യമൂർത്തി വൈകുണ്ഠൻ നാരായണൻ, ജിഷ്ണു സേവിതൻ ഭജനീശ്വരൻ നാഥൻ, മാധവൻ പ്രസാദിച്ചു മൽപുരോഭാഗെ വന്നു സാദരം പ്രത്യക്ഷനായ ചെയ്തിടേണൻ. ഉത്തിഷ്ടോത്തിഷ്ട ബ്രാഹ്മൻ തുഷ്ടോഹം താപസാതി സിദ്ധിച്ചു സേവാഫലം. നിനക്കെന്തെന്നറിഞ്ഞാലും മത്വേജയുക്തൻ ഭവാനെന്തേതുമറിഞ്ഞാലും കർത്തവ്യം പലതുമുണ്ടു ഭവതാ ഭൃഗുപതി. കൊല്ലേണം പിതൃഹന്തകവാകിയായ കേഹേനെ ചൊല്ലഴും കർത്തവ്യ വീരാർജുനനാം നൃപേന്ദ്രനെ. വല്ല ജാതിയും അവൻ
മൽക്കാല വംശജനല്ലോ വല്ലഭം ധനുർവേദത്തിന്നേവരെയും അല്ലല്ലോ. ക്ഷത്രിയ വംശം 21 പരിവൃത്തിയുത്തെ നിഗ്രഹിച്ചു കശ്യപനു ദാനം ചെയ്യുക. പൃഥ്വിമണ്ഡലമൊക്കെ പിന്നെന്താ ശാന്തിയെ പ്രാപിച്ചുത്തമമായ തപോനിഷ്ഠയായി വസിച്ചാലും പിന്നെ ഞാൻ ത്രേതായുഗേ ഭൂമിയിൽ ദശരഥൻ തന്നുടെ തനയനായി വന്നവതരിച്ചിടും. അന്നു കണ്ടിടാം തമ്മിലെന്നാൽ എന്നുടെ തേജസ്സുനാം ദശരഥ തന്നിലാക്കിടുക നീ. പിന്നെയും തപസ്സു ചെയ്യുക ബ്രഹ്മമാ പ്രളയാന്തമെന്ന് സേവിച്ചു വസിച്ചിടുക മഹാമുനി എന്നരുൾ ചെയ്തു മറഞ്ഞിടിനാൽ നാരായണൻ. തന്നിയോഗങ്ങളെല്ലാം ചെയ്തിതു ഞാനും നാഥ നിന്തിരുവടി തന്നെ വന്നവതരിച്ചൊരു പങ്ക്തി സന്തനാസൂതനല്ലോ നീ ജഗൽപതി. എങ്കലുമുള്ളൊരു മഹാവൈഷ്ണവ തേജസ്സെല്ലാം നിങ്കലാക്കിടുവാനായി തന്നിതു ശരസാനം ബ്രഹ്മാദി ദേവകളാൽ പ്രാർത്ഥിക്കപ്പെട്ടുള്ളൊരു കർമ്മഫലങ്ങൾ മായാബലം കൊണ്ടു സാധിപ്പിക്ക നീ. സാക്ഷാൽ ശ്രീനാരായണൻ താനല്ലോ ഭവാൻ, ജഗൽ സാക്ഷിയായിടും വിഷ്ണു ഭവാൻ. ജഗന്മയൻ ഇന്നിപ്പോൾ സഫലമായി വന്നിതു മമം ജന്മം മുന്നം ചെയ്തൊരു താപസഫലങ്ങൾ എല്ലാം വന്നു. ബ്രഹ്മമുഖ്യന്മാരാലും കണ്ടുകിടാത്തൊരു നിർമ്മലമായ രൂപം കാണായി വന്നത് മൂലം ധന്യനായി കൃതാർത്ഥനായി സ്വസ്ഥനായി വന്നീനല്ലോ. നിന്നുടെ രൂപമുള്ളതിൽ സന്തതം വസിക്കണം. അഞ്ജനോത്ഭവങ്ങളെല്ലാം ജന്മാദി ഷഡ്ഭാവങ്ങൾ സുഞ്ചാന സ്വരൂപനാം നിങ്കലൽപ്പിലല്ലോ പോറ്റി. നിർവികാരാത്മാ പരിപൂർണനായിപ്പോഴും നിർവാണപ്രദനല്ലോ. നിന്തിരുവടി ചാർത്താൽ അഗ്നിയിൽ ധൂമം പോലെ വാരിയിൽ നുര പോലെ നിന്നുടെ മഹാമായ വൈഭവം ചിത്രം ചിത്രം. യാവൽ പര്യന്തം മായാസമൃതം ലോകമോർത്താൽ തവൽ പര്യമെന്തെന്നറിയല്ലോ ഭവത്വം. സൽപാപം കൊണ്ടു ലഭിച്ചിരുന്ന ഭക്തിയോടും തൊൽസേവരന്മാരെല്ലാം മാനുഷർ മെല്ലെ മെല്ലെ തൊന്മയന്മാരാചിതമാം സംസാര പാരാപാരം തന്മറുകരയേറിടുന്നതു കാലം കൊണ്ട് തൊൽജ്ഞാനപരന്മാരെല്ലാം മനുഷ്യ ജന്മങ്ങൾക്കുള്ള ജ്ഞാനം നീക്കുവോരു സൽഗുരു ലഭിച്ചിടു. സൽഗുരുവരവങ്ങൾ നിന്നോട് പോണു വാക്യജ്ഞാനം ഉൾക്കാമിലുദിച്ചിടും. തൊൽപ്രസാദത്താലായപ്പോൾ കർമ്മബന്ധത്തിൽ ഇന്നാശു വേർപെട്ടു ഭവചിന്മയ പദത്തിലഹന്തമേ ലയിച്ചിടും. തൊൽഭക്തി വിഹീനന്മാരായുള്ള ജനങ്ങൾക്ക് കൽപ്പകോടികൾ കൊണ്ട് സിദ്ധിക്കയില്ലല്ലോ വിജ്ഞാനാനന്ദ ജ്ഞാനസുഖം. മോക്ഷമെന്തെന്നറിഞ്ഞാലും അജ്ഞാനം നീക്കി തൊൽബോധം മമ സിദ്ധിക്കേണം. ആകയാൽ തൊൽപാദപത്മങ്ങളിൽ സദാകാലമാകുലം കൂടാതൊരു ഭക്തി സംഭവിക്കേണം. നമസ്തേ ജഗൽപതി, നമസ്തേ രാമപതി, നമസ്തേ ദശരഥി, നമസ്തേ സദാംപതി, നമസ്തേ വേദപതി, നമസ്തേ ദേവപതി, നമസ്തേ മഖപതി, നമസ്തേ ധരാപതി, നമസ്തേ ധർമ്മപതി, നമസ്തേ സീതാപതി, നമസ്തേ കാരുണ്യാപ്തി, നമസ്തേ ചാരുമൂർത്തി, നമസ്തേ രാമ രാമ, നമസ്തേ രാമചന്ദ്ര, നമസ്തേ രാമ രാമ, നമസ്തേ രാമഭദ്ര. സന്തതം നമസ്തേ ഭവാൻ നമസ്തുതി ചിന്മയന്താ ഭവനാചാരണാഭുജം നമസ്തുതി. സ്വർഗതി കാട്ടിയെന്നാൽ സഞ്ചിതമായ പുണ്യമൊക്കെ
നിൻ ബാണത്തിനു ലക്ഷ്യമായി ഭവിക്കണം എന്നതു കേട്ടു തെളിഞ്ഞേരം ജഗന്നാഥൻ മന്ദഹാസവും ചെയ്തു ഭാർഗവനോട് ചൊന്ന സന്തോഷം പ്രാപിച്ചേ ഞാൻ നിന്തിരുവടി ഉള്ളിലെന്തൊന്നു ചിന്തിച്ചലനന്തനായെല്ലാം തന്നെ പ്രീതി കൈക്കൊണ്ടു ജമദഗ്നിപുത്രനുമോ അപ്പോൾ സാദരം ദശപുരതപുത്രന്മാരോടരുൾ ചെയ്തു ഏതാനും അനുഗ്രഹമുണ്ടെന്നെ കുറിച്ചെങ്കിൽ പാദഭക്തന്മാരിലും പാദപത്മങ്ങളിലും ചേതസി സദാകാലം ഭക്തി സംഭവിക്കണം മാധവ രഘുപതി രാമ കാരുണ്യാംബുധി സ്തോത്രം മായാകൃതം ജപിച്ചിടുന്നു പൂമാൻ ഭക്തനായി തത്വജ്ഞാനിയിടണം വിശേഷിച്ചും മൃത്യു വന്നടുക്കുമ്പോൾ ത്വൽപാദാംബുജാഗതി ചിത്തേ സംഭവിച്ചെന്നെ അനുഗ്രഹിക്കണം അങ്ങനെ തന്നെ എന്നു രാഘവൻ നിയോഗത്താൽ തിങ്ങിണ ഭക്തി പൂണ്ടു രേണുകാതനയനും സാദരം പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടു കൂപ്പി പ്രീതനായി ചെന്നു മഹേന്ദ്രാചലം പൂക്കിടിനാൽ ഭൂപതി ദശരഥൻ താനാനധിഷ്ഠനായി താപകമന്നു തൻ പുത്രനാം രാമൻ തന്നെ ഗാഠമായ ശ്ലേഷം ചെയ്താനന്ദസ്തുക്കളോടും പ്രൗഢാത്മമായ വിധിനന്ദത്തോടും കൂടി പുത്രന്മാരോടും പടയോടും ചെന്നയോധ്യയിൽ സമസ്തമാനസമായി വാണിടാൽ കീർത്തിയോടെ ശ്രീരാമാദികൾ നിജഭാര്യമാരോടും കൂടി സ്വൈര്യമായി രമിച്ചു വാണിടുന്ന എല്ലാവരും വൈകുണ്ഠപുരി തന്നിൽ ശ്രീ ഭഗവതിയോടും വൈകുണ്ഠൻ വാഴും പോലെ രാഘവൻ സീതയോടും ആനന്ദമൂർത്തിമായ മാനുഷവേഷം കൈക്കൊണ്ടാനന്ദം പൂണ്ടു വസിച്ചിടാൻ അനുദിനം കേകേയരാധിപതനാകിയ യുധാജിത്തും കൈകേകിയായി തന്നെ കൂട്ടിക്കൊണ്ടങ്ങു ചെയ്യുവാൻ ദൂതനായി അയച്ചതു കൊണ്ടൊരു ദശരഥൻ സോദരനായി മേബിടും ശത്രുഘ്നനോടും കൂടി സാദരം ഭരതനെ പോവാനായി നിയോഗിച്ച നാഥരനോടും നടന് നീവരവറുകളും മാതുലൻ തന്നെ കണ്ട് ഭരത ശത്രുഘ്നന്മാർ മോദമുൾക്കൊണ്ട് വസിച്ചിടാൻ അരുതുകാലം മൈഥിലിയോടും നിജനന്ദനോടും ചേർന്നു കൗസല്യാദേവി താനും പരമാനന്ദം പൂണ്ടാൾ രാമലക്ഷ്മണന്മാരാം പുത്രന്മാരോടും നിജഭാമിനിമാരോടും ആനന്ദിച്ചു ദശരഥൻ സാകേതപുരി തന്നിൽ സുഖിച്ചു വാണിടിനാൽ പാകശാസനമാലരായെ വാഴും പോലെ നിർവികാരാത്മാവായ പരമാനന്ദമൂർത്തി സർവലോകാനന്ദാർത്ഥം മനുഷ്യാകൃതി പൂണ്ടു തന്നെ മായാദേവിയാകിയ സീതയോടും ഒന്നിച്ചു വാണയോധ്യപുരി തന്നിലന്നേ. ശ്രീരാമ രാമ ശ്രീരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ഹരേ.